ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ കൊച്ചു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പ്രോട്ടീൻ ധാരാളം നിറഞ്ഞ സോയ ചങ്ക്സും മുട്ടയും വെച്ചിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പി തയ്യാറാക്കുന്ന വീഡിയോയുമായാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഈ ഒരു റെസിപ്പി നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറിനും ഒക്കെ കഴിക്കാൻ പറ്റിയതാണ്. വെയിറ്റ് ലോസിന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇത് കഴിക്കാം. അതേപോലെ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകുന്ന ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക. വീഡിയോ ഇഷ്ടമാകുമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. റെസിപ്പി തയ്യാറാക്കുന്നതിനായി ആദ്യം നമുക്ക് ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാനായി വയ്ക്കാം. എന്നിട്ട് ആ വെള്ളത്തിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. വെള്ളം നന്നായി തിളച്ച് വരുമ്പോഴേക്കും ഇതിലേക്ക് 1 കപ്പ് സോയ ചങ്ക്സ് ചേർക്കാം. എന്നിട്ട് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. ഈ തിളച്ച വെള്ളത്തിലേക്ക് സോയ ചങ്ക്സ് 5 മിനിറ്റ് വരെ ഇട്ടിരിക്കാം. എന്നിട്ട് ആ വെള്ളം ഒന്ന് അല്പം തണുത്ത് വരുമ്പോഴേക്കും നമ്മുടെ കൈകൊണ്ട് തന്നെ ഈ സോയ ചങ്ക്സിനെ നന്നായിട്ട് പിഴിഞ്ഞ് അതിലുള്ള വെള്ളമൊക്കെ ഒന്ന് മാറ്റാം. ഒട്ടും വെള്ളമില്ലാതെ പിഴിഞ്ഞെടുക്കണം. ഇപ്പോഴിതാ സോയ ചങ്ക്സിലെ വെള്ളമൊക്കെ കൈകൊണ്ട് നന്നായി പിഴിഞ്ഞ് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ മിക്സി ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാർ എടുക്കാം. ഇതിലേക്ക് നമ്മൾ പിഴിഞ്ഞ് വെച്ചിട്ടുള്ള സോയ ചങ്ക്സ് ചേർക്കാം. ഇനി ഇതിനെ മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇപ്പോഴിതാ ഞാൻ നന്നായിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇതാ ഈ ഒരു രീതിയിലാണ് ഞാൻ അടിച്ചെടുത്തത്. അടിച്ചെടുത്തിട്ടുള്ള ഈ സോയ ചങ്ക്സിനെ ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് എടുക്കുന്നത് 1 കപ്പ് ക്യാരറ്റാണ്. വലിയൊരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്, ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു വലിയ ക്യാപ്സിക്കം ചെറുതായി മുറിച്ചത് ചേർക്കാം. അടുത്തതായി ഇതിലേക്ക് ഒരു വലിയ സവാള ചെറുതായി അരിഞ്ഞത് ചേർക്കാം. ഇനി ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞ് ചേർക്കാം. പച്ചമുളകിൻ്റെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് അളവിൽ വ്യത്യാസം വരുത്താം. അതുപോലെ കുട്ടികൾക്കാണിത് കൊടുക്കുന്നതെങ്കിൽ മുളക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായി അരിഞ്ഞ് ചേർക്കാം. അടുത്തതായി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലെക്സ് ചേർക്കാം. ഇത് നമ്മുടെ വീട്ടിലുള്ള ഉണക്കമുളക് ചെറുതായിട്ടൊന്ന് വറുത്തതിന് ശേഷം മിക്സി ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. ഇനി ഇതിലേക്ക് തക്കാളി ചേർക്കാം. അപ്പോൾ അതിന് മുന്നായി തക്കാളിയുടെ സോഫ്റ്റായ ഭാഗം മാറ്റിക്കൊണ്ട് നമ്മൾ ഈ പുറമേയുള്ള കട്ടിയുള്ള ഭാഗമാണ് ഇതിലേക്ക് ചേർക്കുന്നത്. സോഫ്റ്റായ വശം ഈ രീതിയിലാണ് ഞാൻ മാറ്റിയെടുത്തത്. ഈ സോഫ്റ്റായ ഭാഗം മറ്റ് കറികൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. നമ്മളിതിലേക്ക് കട്ടിയുള്ള ഭാഗമാണ് ചേർക്കുന്നത്. അപ്പോൾ അതായത് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഞാൻ ഇതിലേക്ക് 3 ചെറിയ തക്കാളിയാണ് എടുത്തത്. നിങ്ങളുടെ കയ്യിൽ വലിയ തക്കാളി ഉണ്ടെങ്കിൽ 1 എടുത്താൽ മതിയാകും. തക്കാളിയിലെ സോഫ്റ്റായ വശം ഏത് രീതിയിലാണ് നിങ്ങൾക്ക് എളുപ്പത്തിന് മാറ്റാൻ പറ്റുന്നത് അതേ രീതിയിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതേ രീതിയിൽ നമ്മൾ ബാക്കിയുള്ള എല്ലാത്തിൻ്റെയും കട്ടിയുള്ള ഭാഗം ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം. ഇപ്പോഴിതാ ഞാൻ മുഴുവൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതും കൂടി ആ സോയ ചങ്ക്സിൻ്റെ മിക്സിലേക്ക് ചേർക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഞാൻ എടുത്തിട്ടുള്ള ഈ ബൗള് അല്പം ചെറുതായിപ്പോയി. അതുകൊണ്ട് ഞാൻ മറ്റൊരു പാത്രത്തിലേക്കാണ് ഈ മിക്സ് മാറ്റുന്നത്. അല്പം വലിയൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. ഇത് കാണാൻ തന്നെ നല്ല കളർഫുള്ളായിട്ടുണ്ട്. ഇതിലേക്ക് കൂടുതൽ മസാല ഐറ്റംസ് ഒന്നും ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചേർക്കാം. അടുത്തതായി ഇതിലേക്ക് നമുക്ക് മുട്ട ചേർക്കാം. അതിനായി ഞാനൊരു ബൗളിലേക്ക് 4 മുട്ട പൊട്ടിച്ച് ചേർത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ഈ മിക്സിലേക്ക് ചേർക്കാം. ആദ്യം നമുക്ക് 4 ചേർക്കാം. ആവശ്യമാണെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിത് മിക്സ് ചെയ്തെടുക്കുമ്പോൾ കുറച്ചൊന്ന് ഇളകിയ രീതിയിലാണ് മിക്സ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് മനസ്സിലാകും മുട്ട ഇതിലേക്ക് വീണ്ടും ചേർക്കണോ വേണ്ടയോ എന്ന്. ഇപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ മിക്സ് ചെയ്തപ്പോൾ എനിക്ക് അല്പം കട്ടി പോലെ തോന്നി. അതുകൊണ്ട് ഞാൻ 1 മുട്ട കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നന്നായി മിക്സ് ചെയ്ത് വന്നപ്പോഴേക്കും കറക്റ്റ് പാകത്തിന് കിട്ടിയിട്ടുണ്ട്. അതായത് ഒരുപാട് കട്ടിയാകാതെ അല്പം ഒന്ന് ഇളകിയ പരുവത്തിലാണ് നമുക്ക് ഈ മിക്സ് വേണ്ടത്.
നമ്മളിതിലേക്ക് ടോട്ടലായിട്ട് 5 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു അളവിൽ നമ്മൾ തയ്യാറാക്കുകയാണെങ്കിൽ 4 പേർക്ക് വയറ് നിറയെ കഴിക്കാൻ പറ്റുന്ന ഒരു അളവിലാണ് നമ്മൾ ഈ മിക്സ് തയ്യാറാക്കിയെടുത്തത്. അടുത്തതായി ഒരു പാൻ അടുപ്പത്തേക്ക് വയ്ക്കാം. ഇതുപോലെ പരന്ന ഒരു പാൻ എടുക്കാം. പാൻ നന്നായി ചൂടായി വരുന്ന സമയത്ത് കുറച്ച് എണ്ണ ചേർത്ത് പാനിലേക്ക് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി സ്റ്റവിൻ്റെ ഫ്ലെയിം ഏറ്റവും കുറച്ച് വയ്ക്കാം. ഇനി ഈ ചൂടായ പാനിലേക്ക് നമ്മൾ എടുത്തു വച്ചിട്ടുള്ള മിക്സ് ചേർക്കാം. അല്പം കട്ടിയായിട്ടാണ് ഈ മിക്സ് വയ്ക്കേണ്ടത്. ഇതേ രീതിയിൽ പാനിലേക്ക് നമുക്ക് ആ മിക്സ് വയ്ക്കാം. ഒരേ അളവിൽ തന്നെ നമ്മളിത് വയ്ക്കണം. സ്റ്റവിൻ്റെ ഫ്ലെയിം ഏറ്റവും കുറച്ച് വയ്ക്കുകയും വേണം. ഇതേ രീതിയിൽ സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് പരത്തി ലെവൽ ചെയ്തെടുക്കാം. ഇതിൻ്റെ തിക്നെസ് അല്പം കൂടുതലായിരിക്കണം. അപ്പോഴേ ഇത് നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയുള്ളൂ. നമ്മൾ സ്പൂൺ കൊണ്ട് തന്നെ ഒരേ ലെവലിലാക്കി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. സൈഡൊക്കെ ഒന്ന് ഷേപ്പാക്കി റൗണ്ടിലെടുക്കാം. ഇപ്പോൾ എല്ലാ ഭാഗവും ഒരേ ലെവലാക്കി എടുത്തിട്ടുണ്ട്. അടുത്തതായി നമ്മുടെ കുട്ടികൾ പോലും കാണുമ്പോൾ ഇഷ്ടത്തോടെ എടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് കുറച്ച് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തക്കാളിയുടെ ആ കട്ടിയുള്ള ഒരു ഭാഗം മാത്രം ഇതുപോലെ ചെറിയ പീസസ് ആക്കി എടുത്തിട്ടുണ്ട്. അത് ഇതിൻ്റെ മുകളിലേക്ക് ഈ ഒരു രീതിയിൽ വയ്ക്കാം. അപ്പോൾ ഇത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരിക്കും. ഇനി ഇതിന് അടപ്പ് കൊണ്ട് അടച്ച് ഒരു 5 മിനിറ്റ് നമുക്ക് വേവിക്കാനായിട്ട് വയ്ക്കാം. സ്റ്റവിൻ്റെ ഫ്ലെയിം ഏറ്റവും കുറച്ച് വേണം വയ്ക്കാൻ. ഒരു 5 മിനിറ്റ് ആകുമ്പോഴേക്കും ഒരു വശം നന്നായിട്ട് വെന്ത് കാണും. ഇനി ഒരു സ്പൂൺ കൊണ്ടോ അല്ല എങ്കിൽ ഇതുപോലത്തെ ഒരു സ്പെറ്റില വെച്ചിട്ടോ നമ്മളിതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഇളക്കി വയ്ക്കാം. ഇനി ഒരു പ്ലേറ്റ് ഇതേപോലെ പാനിൻ്റെ മുകളിലേക്ക് വെച്ചതിന് ശേഷം ഇതുപോലെ കമിഴ്ത്തി കൊടുക്കാം. ഇപ്പോൾ അടിവശം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അതുപോലെ പാനിൽ ഒട്ടും തന്നെ ഒട്ടിപ്പിടിച്ചിട്ടില്ല. ഇനി വേവാത്ത വശം പാനിൻ്റെ അടിയിലേക്ക് ആകുന്ന രീതിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. വീണ്ടും അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ ഏറ്റവും കുറഞ്ഞ തീയിൽ നമുക്കിത് വേവിച്ചെടുക്കാം. ഇനി നമുക്കൊരു 2-3 മിനിറ്റിൽ ഇത് റെഡിയായി കിട്ടും. ഇപ്പോൾ ഇതാ 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ റെസിപ്പി ഇവിടെ റെഡിയായി കിട്ടി. ഇനി ഇത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പോൾ നല്ല വശം കിട്ടുന്നതിന് വേണ്ടിയിട്ട് പ്ലേറ്റ് പാനിൻ്റെ മുകളിൽ വെച്ചിട്ട് പാൻ ഒന്ന് കമിഴ്ത്തി കൊടുക്കാം. അപ്പോഴേക്കും നല്ല വശം മുകളിലായി കിട്ടും. ഇപ്പോൾ കാണാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പിസ്സയുടെ ഷേപ്പിലായി കിട്ടിയിട്ടുണ്ട്. പാനിൽ ഒട്ടും തന്നെ ഒട്ടിപ്പിടിച്ചിട്ടില്ല. ഇത് കാണുമ്പോൾ തന്നെ മുതിർന്നവർക്കും കുട്ടികൾക്കൊക്കെ എടുത്ത് കഴിക്കാൻ തോന്നും. അത്രയ്ക്കും നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ മണവും അടിപൊളിയാണ്. ഇത് ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാൻ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. സോയ ചങ്ക്സ് കുട്ടികൾക്കൊക്കെ ഒത്തിരി നല്ലതാണ്. വെയിറ്റ് ലോസിന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇത് അടിപൊളിയായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇതിലേക്ക് ചേർത്ത സോയ ചങ്ക്സ് ചീത്ത കൊളസ്ട്രോളിനെ കുറയ്ക്കാൻ സഹായിക്കും, ശരീരഭാരം നിയന്ത്രിക്കാൻ സഹായിക്കും, അതുപോലെ പ്രമേഹത്തെ നിയന്ത്രിക്കാനും സഹായിക്കും. ഈ സോയ ചങ്ക്സിൽ ധാരാളം കാൽഷ്യവും അയണും അടങ്ങിയിരിക്കുന്നത് കൊണ്ട് എല്ലുകൾക്ക് നല്ല ബലം ലഭിക്കാൻ സഹായിക്കും. ധാരാളമായി പ്രോട്ടീൻ അടങ്ങിയ ഈ സോയ ചങ്ക്സും അതുപോലെ ധാരാളം വെജിറ്റബിൾസൊക്കെ നമ്മളിതിലേക്ക് ചേർത്തിട്ടുണ്ട്. അതുപോലെ മുട്ട, പ്രോട്ടീൻ ധാരാളം അടങ്ങിയ മുട്ടയൊക്കെ ചേർത്ത് തയ്യാറാക്കിയ ഈ ഒരു അടിപൊളിയായിട്ടുള്ള സോയ ചങ്ക്സ് എഗ് ഓംലേറ്റ് കൂട്ടുകാരെല്ലാം ട്രൈ ചെയ്ത് നോക്കണം. ഇത് വളരെ ടേസ്റ്റിയാണ്. അതുകൊണ്ട് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകും. കാണുമ്പോൾ തന്നെ കുട്ടികളെടുത്ത് കഴിച്ചോളും. ഇതിനോടൊപ്പം ഒന്നും ചേർത്ത് കഴിക്കേണ്ടതില്ല, വെറുതെ കഴിച്ചാൽ മതി. കുട്ടികൾക്കാണെങ്കിൽ കുറച്ച് ടൊമാറ്റോ സോസ് കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും. ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് അധിക സമയമൊന്നും വേണ്ട, വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതാണ്. അതുപോലെ ഇത് നമുക്ക് വൈകുന്നേരം ചായക്കൊപ്പവും തയ്യാറാക്കി കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇത് രാവിലെയും രാത്രിയും വൈകുന്നേരവും ഒക്കെ തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി റെസിപ്പിയാണ്. അപ്പോൾ പ്രോട്ടീൻ റിച്ച് ആയ ഈ ഒരു ഹെൽത്തി റെസിപ്പി കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമായെന്ന് കരുതുന്നു. കൂട്ടുകാരൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കുകയും ചെയ്യണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷന് നിങ്ങൾക്ക് എളുപ്പം ലഭിക്കുകയുള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി.